+1 +2 കൊമേഴ്സ് എടുത്ത ആളാകുമ്പം അവർ പഠിച്ച കാര്യങ്ങളും കൂടി ഇതിൽ വരും. അവർക്ക് ജസ്റ്റ് ഒരു റിവിഷൻ പോലെയോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ നല്ല ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളൊരു ഫീൽഡിലേക്ക് വരാം. എന്നാൽ നേരെ നമ്മൾ ബാക്കിയുള്ള സ്ട്രീമുകളിലേക്ക് വരുന്ന സമയത്ത് അവർക്കൊരു പുതിയ കാര്യമായിരിക്കാം, എന്നാലും അവർ ആദ്യം തൊട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പം സയൻസ് ബാക്ക്ഗ്രൗണ്ട്, കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ ഏത് സ്ട്രീം എടുത്താലും ഏത് കൊമേഴ്സിലെ പ്രൊഫഷണൽ കോഴ്സുകളായ ACC, CMA, CS പ്രവേശനം ഉണ്ടെന്നാണ് സാർ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഒരു 3 ലെവലുകളായിട്ടാണ് പ്രധാനമായിട്ടുള്ളത്. ഫൗണ്ടേഷൻ, ഇൻ്റർമീഡിയറ്റ്, ഫൈനൽ എന്നുള്ളത്. ACC, CMA, USA വരുന്ന സമയത്ത് തന്നെ പേരുകളൊക്കെ ചെറുതായി മാറും. അപ്പോൾ എന്തിനേലും ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് ഫൗണ്ടേഷനാണ്. അതിൻ്റെ മലയാളം എന്ന് പറയുന്നത് അവിടെ നമ്മൾ A മുതൽ പഠിക്കും, A to Z വരെയുള്ള കാര്യത്തിൽ A മുതൽ പഠിക്കും. +1 +2 കൊമേഴ്സ് എടുത്ത ആളാകുമ്പം അവർ പഠിച്ച കാര്യങ്ങളും കൂടി ഇതിൽ വരും. അവർക്ക് ജസ്റ്റ് ഒരു റിവിഷൻ പോലെയോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ നല്ല ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളൊരു ഫീൽഡിലേക്ക് വരാം. എന്നാൽ നേരെ നമ്മൾ ബാക്കിയുള്ള സ്ട്രീമുകളിലേക്ക് വരുന്ന സമയത്ത് അവർക്കൊരു പുതിയ കാര്യമായിരിക്കാം, എന്നാലും അവർ ആദ്യം തൊട്ട് പഠിക്കുന്നുണ്ട്. അവർ മുതലേ ശ്രദ്ധിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും നമ്മുടെ കൊമേഴ്സ് സ്റ്റുഡൻസിനെ പോലെ തന്നെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. റീസെൻ്റ്ലി CA ക്വാളിഫൈ ചെയ്യുന്ന കൂടുതൽ പിള്ളേരും സയൻസ് ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ വരും. 40% അതിൽ കൂടുതൽ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഫൗണ്ടേഷൻ ലെവൽ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു മാത്തമാറ്റിക്സ് ഒരു പേപ്പറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്ക് അതൊരു ബെനിഫിറ്റാണ്. കൊമേഴ്സിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ചിലപ്പോൾ അവർ മാത്സ് പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഏത് ലെവലിലുള്ള ആളുകളാണെങ്കിലും കൊമേഴ്സിൻ്റെ പ്രൊഫഷണൽ കോഴ്സുകൾ അവർക്ക് ആപ്റ്റായിരിക്കും.